ഈ വെബ് ഡെവലപ്മെന്റ് പഠിക്കുന്ന നിറയെ പേര് ഈ SEO എന്താണെന്ന് അറിയാൻ ചോദിക്കുന്നുണ്ട്. ഈ മറ്റേ ഗൂഗിൾ പേരടിച്ചിട്ടുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ആണോ ഏറ്റവും മുകളിൽ റാങ്ക് ചെയ്യുന്നത്, നമ്മുടെ ഡീറ്റെയിൽസ് ആണ് ഏറ്റവും ആദ്യം വരുന്നത്, ഇങ്ങനത്തെ സംഭവങ്ങൾ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിറയെ പേര് ചോദിക്കേണ്ടതായിരുന്നു. ഈ മറ്റേ എൻ്റെ പുള്ളി ജൂനിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയാം, ഈ SEO മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഒരു സാധനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ബേസിക് ആയിട്ടുള്ള വെബ് ഡെവലപ്മെന്റ്, വെബ്സൈറ്റിനെ കുറിച്ചുള്ള ബോധം, HTMLസിനെ കുറിച്ചുള്ള ബോധം, ഈ ഇമേജ് ഒപ്റ്റിമൈസേഷൻ, ഇങ്ങനെ നിറയെ പരിപാടി ഉണ്ടായില്ല. ഒരു അൽഗോരിതം എന്നല്ല, നിറയെ അൽഗോരിതങ്ങൾ മാറി 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 ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസം 6 അൽഗോരിതമാണ്. അപ്പോൾ ഇത് ഇത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. വെബ് ഡെവലപ്പറെ കുറിച്ച് നിങ്ങളിപ്പോൾ വേർഡ് പ്രസ്സിനാണ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും ഓരോ സ്റ്റാക്കിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൂൾസ് ഉണ്ട് ഈ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാ ടൂൾസ് വെച്ച് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയ സംഭവമൊന്നുമല്ല. പക്ഷെ നിങ്ങളൊരു വെബ്സൈറ്റ് കൊണ്ട് ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ SEO നിർബന്ധമാണ്. SEO ഇല്ലാതെ ചുമ്മാ ഒരു വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്ത് പറഞ്ഞിട്ട് ഒരു തേങ്ങ നടക്കാൻ പോകും. അത് മറ്റേ ഗൂഗിൾ തിരിഞ്ഞു പോലും നോക്കില്ല. പിന്നെ അത് ഗൂഗിളിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൊണ്ടിട്ട് ഇത് രജിസ്റ്റർ ചെയ്യണം ഗൂഗിളിൽ. അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചുമ്മാ അടിച്ചെടുക്കാം. ഹൗ ടു ആഡ് മൈ വെബ്സൈറ്റ് ഉണ്ട് ഗൂഗിളിൽ ചുമ്മാ ഗൂഗിളിൽ അടിച്ചെടുത്താൽ മതി. അത്ര വലിയ ചെയ്യുന്നില്ല. ഒരു ബേസിക് ആയിട്ടൊരു HTML എടുത്തിട്ട് ഒരു HTML മാത്രം മതി. അത് ഗിറ്റബിൽ ഹോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ SEO പഠിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് എക്സ്പീരിയൻസും നിങ്ങളിങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡൊക്കെ ചെയ്ത് നോക്കിയെങ്കിൽ കുറച്ച് എപ്പോഴേക്ക് എന്തായാലും വരും. അതത്ര വലിയ സീനുള്ള കേസൊന്നുമില്ല. പക്ഷേ ഈ SEO മാത്രം പോയിട്ട് പഠിച്ച് ഒരു വലിയ ആളാവുന്നുള്ള വിചാരമുണ്ട് ചിലവർക്ക്. അത് അത്ര നല്ലതല്ല എന്ന് ഞാൻ അറിയിച്ചു കൊടുക്കുന്നു.